ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വീഡിയോസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. രാവിലെ മക്കളൊക്കെ മദ്രസക്ക് വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. കാരണം മക്കൾ രാവിലെ മദ്രസക്ക് പോകുമ്പോൾ ഒന്നും കുടിക്കാതെ കേട്ടോ പോകും. അവരെന്തെങ്കിലും കുറച്ച് കുടിച്ചാൽ കുടിച്ചു എന്ന് തന്നെ ഉള്ളൂ പറയാൻ പറ്റില്ല. അല്ലാതെ കടിയോ ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ സമയത്തൊന്നും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കലില്ല കേട്ടോ. അവരെ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അവരെങ്ങനെ പറഞ്ഞയക്കാൻ കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുന്നത് പുട്ടാണ് കേട്ടോ. പുട്ടൊക്കെ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന പൊടി ഉപയോഗിച്ചിട്ട് ആ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതിലേക്ക് കറിയൊന്നും മക്കൾ കഴിക്കാത്തതുകൊണ്ട് ഞാൻ പഴം അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പഴം ഇങ്ങനെ ശർക്കര വെച്ചിട്ട് പുഴുങ്ങണ നേന്ത്രപ്പഴമാണ് കേട്ടോ ഇഷ്ടം. മക്കളൊക്കെ പച്ചക്ക് പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇതൊക്കെ ഒന്ന് ഇഷ്ടമാവും. അപ്പോൾ നമ്മളിതാ പഴം കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ രണ്ടച്ച് ശർക്കര ഇതിലേക്ക് കഴുകിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വിസിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ശർക്കരൻ്റെ മധുരമൊക്കെ ഈ പഴത്തിൽ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പുട്ടിലേക്കൊക്കെ പഴം കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ പഴം കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ പുട്ടിക്ക് അവർക്ക് അധികം ഉണ്ടാക്കി കൊടുക്കൽ. അല്ല ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് അങ്ങനെ കൊടുക്കലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പഴം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ. വേവിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ. പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കലാണ്. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് തേങ്ങയും പൊടിയും അങ്ങനെ മാറി മാറി ഇട്ടെടുത്തിട്ട് അങ്ങനെ പുട്ടുണ്ടാക്കി എടുക്കാണ്ട്. അങ്ങനെ പുട്ടായതുകൊണ്ട് ഇന്ന് കടിയൊക്കെ ഒന്ന് വേഗമായി കിട്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാണ്ട്. അപ്പോൾ നല്ല കോമ്പോ കേട്ടോ ഇങ്ങനെ ഈ പഴം പുട്ടും കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുട്ട് റെഡിയായി വരുമ്പോഴത്തേക്കും ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ചായയും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി കഴിക്കാണ്ടോ. ആ പുട്ടാകുമ്പോൾ മക്കൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കടിയാണ് കേട്ടോ പുട്ട്. പക്ഷേ ഇങ്ങനെ പഴമൊക്കെ കൂട്ടി കൊടുത്തപ്പോൾ അവർ കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ പഴം കഴിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഭാഗം ഒന്ന് അടിക്കാൻ നിൽക്കാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുന്നിൽ പള്ളിയാണെന്നുള്ളത്. ഈ ഭാഗം നമ്മൾ എപ്പോഴൊന്നും അടിച്ച് കൊടുക്കില്ല കേട്ടോ. അവിടെ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യൽ. അധികം ഞാൻ വെള്ളിയാഴ്ച ഉണ്ടോ ചെയ്യൽ. കാരണം വെള്ളിയാഴ്ച ഒന്നും ജുമ വരെ അവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് അവിടെ അടിച്ചു വരാനൊക്കെ പറ്റും. അപ്പോൾ ഇന്ന് അവിടെ ആരെയും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വേഗം ഒന്ന് അടിച്ചു വരാൻ നിൽക്കുന്നു. എൻ്റെ അവിടെ അടിച്ചു വരി കഴിഞ്ഞപ്പോഴത്തേക്കും ലുല്ല മദ്രസിട്ട് വന്നിരുന്നു. പിന്നെ അവളൊക്കെ ഒരുക്കി കൊടുക്കാൻ നിന്നു കേട്ടോ. പിന്നെ അവളെ ഞാൻ സ്കൂളിലേക്ക് കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതിന് ശേഷം അവൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്ന് മേലെ തുടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ മേലേക്ക് തുടക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒക്കെ ഒന്ന് തുടച്ച് ഇറങ്ങിയതിന് ശേഷം പിന്നെ താഴെ വന്നിട്ട് അടിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മേലത്തെ കാര്യങ്ങൾ ചെയ്ത് മേലെ തുടക്കുന്ന ദിവസം നമ്മൾ മേലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ താഴെ ശ്രദ്ധിക്കൽ. കാരണം മേലെ ഞാൻ നേരത്തെ അടിച്ചുവായി തുടച്ചിട്ട് കേട്ടോ. കാരണം എനിക്ക് നേരത്തെ തന്നെ മേലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ അതൊരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ താഴെ അങ്ങനെ നോക്കിയാൽ മതിയല്ലോ എന്നാണ് വിചാരിക്കൽ. അങ്ങനെ മേലത്തെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ താഴേക്ക് വരികയാണ് കേട്ടോ. പിന്നെ താഴത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ്. ഇനി ഞാൻ താഴെ വന്നിട്ട് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ മോന് ഉണർന്നിരുന്നു. അപ്പോൾ അവന് ചായ കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിവിടെ അടിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ താഴത്തെ അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ മോനും എൻ്റെ കൂടെ ഇങ്ങനെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നെന്താണെന്നാവോ ചൂല് ചോദിച്ചിട്ടില്ല. അപ്പോൾ ചൂല് അവന് കൊടുത്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അവനും ഉണ്ടാവും എൻ്റെ കയ്യിൽ ചൂലുകൊണ്ട് അടിക്കാനും ഒക്കെ നിൽക്കും കേട്ടോ. എല്ലാ റൂമും അടിച്ചു പോയതിന് ശേഷം പിന്നെ നമ്മൾ ഹാളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ അടിച്ചു വാരലും കൂടി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വാരലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അടിച്ചു വാരലും തുടക്കലും കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിൽ നിൽക്കുന്നത്. കാരണം ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ വന്നിട്ട് വേണം കേട്ടോ മീനോ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ഈ പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് കിച്ചണിലേക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ അകം അടിച്ചു വാരിട്ടതിന് ശേഷം പിന്നെ ബാത്റൂമുകളൊക്കെ ഒന്ന് കഴുകി നിന്നിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുത്തിട്ട് അങ്ങനെ തുടക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ തുടക്കലും ഏകദേശം കഴിയാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം നല്ലോണം വെള്ളം കൊണ്ട് തുടച്ചിട്ട് പിന്നെ രണ്ടാമത് നല്ലോണം പിഴിഞ്ഞിട്ട് ഞാൻ തുടക്കുകയാണ് കേട്ടോ ചെയ്യൽ. അങ്ങനെ തുടക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് നല്ല വൃത്തിയായി കിടക്കുന്നത് പോലെ തോന്നൽ. അങ്ങനെ പിന്നെ ഞാനിതാ കിച്ചണിലേക്ക് വരികയാണ്. അപ്പോൾ കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കിച്ചൺ കൂടി അങ്ങനെ തുടച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇന്ന് വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി കിടന്നാൽ പിന്നെ നമുക്ക് ആ ഏരിയ അങ്ങനെ ക്ലിയർ ആയി കിട്ടിയല്ലോ. പിന്നെ വർക്ക് ഏരിയ നോക്കിയാൽ മതി.
അങ്ങനെ ആ കിച്ചണിൻ്റെ തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വർക്ക് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിലാണ് കേട്ടോ അധികം ഫുഡും ഉണ്ടാക്കൽ. കാരണം ഈ ഭാഗത്ത് അങ്ങനെ പരന്ന് കിടന്നാൽ പിന്നെ ഞാൻ ലാസ്റ്റ് ഒന്നിച്ച് അങ്ങനെ അവിടെ വൃത്തിയാക്കലാണ് കേട്ടോ. വർക്ക് ഏരിയ നമ്മൾ വെള്ളം പാർന്നിട്ട് പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം പാർന്ന് വടിക്കലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാറും പപ്പടം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ കത്തിക്കുമ്പോൾ തന്നെ അതിലിങ്ങനെ പുക വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുക കണ്ടിട്ട് നമ്മൾ എണ്ണ ചൂടായി എന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മളെ മൺചട്ടി അടുപ്പത്ത് വെച്ചാൽ അപ്പം തുടങ്ങും അതിൽ പുക വരൽ. അങ്ങനെ ഞാൻ എണ്ണ കുറച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും ഇട്ട് കൊടുത്തിട്ടോ. അത് നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി ഇട്ടിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ കറിവേപ്പിലയും അതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അത് നല്ലോണം വഴറ്റിയെടുക്കാൻ. ഇത് നല്ലോണം വാടി വരുമ്പോൾ പിന്നെ നമ്മളിത് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പുളിഞ്ചിയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയിൽ നമ്മൾ വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുളിഞ്ചി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടോ. ഇത് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പുളിഞ്ചിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം വാടി വരുമ്പോൾ നമ്മൾ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം അതൊന്ന് മൂക്കാനായിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ ആ പുളി കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിനായിട്ട് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മറ്റേ സ്റ്റൗവിൽ കുറച്ച് അരിയും കുറച്ച് ചെറിയ ജീരകവും വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അപ്പോൾ നമ്മൾ അത് പൊടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ പുളിവെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ ശർക്കര ഉരുക്കി ഒഴിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് അങ്ങനെ തന്നെ ശർക്കര ഇട്ട് കൊടുക്കാണ്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ശർക്കരയും പുളിവെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അരിയും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ അരി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ നമ്മളെ പുളിയിഞ്ചി നല്ലോണം കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതവിടെ കിടന്നിട്ട് നല്ലോണം തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ അടിപൊളി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ റെഡി ആയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ മോൻ എൻ്റെ കൂടെ നിസ്കരിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഞാൻ നിസ്കാരപ്പായ വിരിക്കുമ്പോഴേ അവന് മുസല്ല വേണ്ട. അപ്പോൾ ഞാനിത് അച്ഛന് വാങ്ങിയൊരു മുസല്ലേന്ന് കേട്ടോ. അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ ഞാൻ അത് അവനെങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇബ്ബ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇബ്ബ വരുമ്പോഴാണ് കേട്ടോ മീനോ എന്തെങ്കിലും കൊണ്ടുവരല്. അതിന് ശേഷം കേട്ടോ ഞാനത് അപ്പോഴാണ് കേട്ടോ നമ്മൾ കഴിക്കണ നേരത്താണ് കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കല്. അപ്പോൾ ഇന്ന് ചിക്കനാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിരുന്നു കേട്ടോ. പിന്നെ എണ്ണ ചട്ടിയിൽ ചൂടാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ പുളിഞ്ചൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ വന്നപ്പോഴാണ് കേട്ടോ കായപ്പൊടി കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ആ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലൊരു പുളിഞ്ചിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കൊണ്ടു. പിന്നെ ഞങ്ങളിതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം അങ്ങനെ കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്